ഹായ് കെ വി ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ബോട്ടം കട്ട് ചെയ്യുന്ന കാണിക്കുന്നത്. അപ്പോൾ 2 ബോട്ടമാണ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. 2 സെറ്റിൻ്റെയാണ്. അപ്പം നമുക്കിത് കറക്റ്റ് 36 ലെങ്ത്താണ് വേണ്ടത്. അതിന് 36 ലെങ്ത്ത് ക്ലോത്ത് ഉള്ളൂ. അപ്പം നമുക്ക് മുകളിലേക്ക് ഇഴപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ 14 ഇഞ്ചാണ് ഹിപ്പ് സൈസ് വരുന്നത്. അപ്പോൾ 14ഉം പ്ലസ് 2 ഇഞ്ച് ലൂസും കൂടെ ഇട്ടിട്ട് 16 ഇഞ്ച് മുകളിൽ വരച്ചതിന് ശേഷം താഴത്തേക്ക് ക്രോച്ച് ഏരിയ വരുന്നത് സീറ്റ് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് 14 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. താഴത്ത് നമുക്ക് 7 ഇഞ്ചാണ് ലൂസ് 8 ഇഞ്ചാണ് ലൂസ് അളവ് ബോട്ടം. പക്ഷെ നമ്മൾ 7 ഇഞ്ച് ഇട്ടിട്ട് സ്ലിറ്റ് ബോട്ടമാണ് ചെയ്യുന്നത്. അപ്പം സെയിം അളവ് തന്നേക്കണ ബോട്ടം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുത്തിട്ട് കൂട്ടത്തിൽ തയ്യൽ തുമ്പിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതുപോലെ അളവ് വെച്ചതിന് ശേഷം നമ്മൾ വരച്ച് കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുണി കിട്ടും. ആ തുണിയാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 പീസ് മുകളിലും താഴെയായിട്ട് വീതി കൂട്ടി കുറച്ച് അങ്ങനെയൊന്നും എടുക്കാണ്ട് ഇത് സെയിം അളവിൽ തന്നെ എടുത്തതിന് ശേഷം സൈഡിലേക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സൈഡ് കട്ട് ചെയ്ത് 2 സൈഡും 2 പീസിൻ്റെ 2 സെറ്റിൻ്റെ 2 പീസിൻ്റെയും ഒരു ഭാഗമാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ഒരു ഭാഗം ഫോൾഡിങ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പം അത് നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് തുണി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയിട്ട് മടക്കി കട്ട് ചെയ്തത്. അപ്പോൾ ഇനി സൈഡിൽ നിന്ന് എടുത്ത തുണി വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് ഇഴപ്പിക്കാനുള്ള തുണി 5.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ലെങ്ത്ത് വരുന്നത് ആ അരവണ്ണത്തിൻ്റെ 16 ഇഞ്ച് അങ്ങനെ വരും. അപ്പം 4 പീസ് അതുപോലെ എടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ഇപ്പോൾ തയ്യൽ തുമ്പും ഇലാസ്റ്റിക് ഇടാനുള്ള തുണിയും കൂടെ നമ്മൾ ഈ ഇഴപ്പിച്ച് എടുക്കുന്നതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ഇതിൻ്റെയും 2 ഭാഗവും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് ജോയിൻ ചെയ്ത് അതിലേക്ക് പിടിപ്പിച്ച് സാധാരണ ബോട്ടം തയ്ക്കുന്നത് പോലെ തയ്ച്ചെടുക്കാം. സൈഡ് സ്ലിറ്റ് ഇടുന്ന താഴത്ത് സ്ലിറ്റായിട്ട് ഉള്ള ഒരു ബോട്ടമാണ്. അപ്പം നമ്മളുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിച്ചിങ് വീഡിയോ അടുത്തയിലിടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.